സന്തോഷം. ഡയമണ്ടിന്റെ വേണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? അല്ല. Hey guys, welcome to D Vlogs. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എന്താണെന്നൊന്നുമില്ല, ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്. അശ്വി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊട്ടും സമയമില്ല. എൻ്റെ അടുത്ത് എത്താറായി, 3:45 എത്തും. ഞാൻ വരുമ്പോഴത്തേക്ക് റെഡിയാണ്. വന്നിട്ട് റെഡിയാവാൻ നിൽക്കരുത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സംസാരിച്ച് നിൽക്കാൻ താല്പര്യമില്ലാതെ ഒട്ടും സമയമില്ല ഗൈസ്. ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. ഞാനാണെങ്കിൽ ഇന്ന് കുളിക്കാൻ ലേറ്റായി. സാധാരണ എന്നും രാവിലെ കുളിക്കുന്നത്, ഞാനിന്ന് ഉച്ചയ്ക്കാണ് കുളിച്ചത്. ഇപ്പോഴും മുടി ഇതാ ഉണങ്ങിയിട്ടില്ല. മുടിയൊക്കെ ആകെ ഇങ്ങനെ പറ്റി കിടക്കുകയാണ് കേട്ടോ. പെട്ടെന്നൊന്ന് ഡ്രയറൊക്കെ വെച്ചൊന്ന് ഉണക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്ഥിരം മോയ്സ്ചറൈസർ, എൻ്റെ മോയ്സ്ചറൈസർ ഞാനൊന്ന് മാറ്റിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. പരിഗണിക്കാം. അങ്ങനെ ഏതാണ്ട് നമ്മുടെ ഫേസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് മോയ്സ്ചറൈസറും കുറച്ച് കോമ്പാക്ട് പൗഡറും കണ്ണെഴുതി. ഇനി എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. ഇത് ഞാൻ ഒരു വട്ടം കാണിച്ചിട്ടുണ്ട്. ഇത് മേബലിൻ്റെ ഗ്ലോസി ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് കീൻ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. 125 ആണ് ഷെയ്ഡ് നമ്പർ വരുന്നത്. 125. പിന്നെ ഇത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. നല്ല ഗ്ലോസിയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇപ്പം വരും മിക്കവാറും. ഇനി എൻ്റെ മുടി ഒന്ന് ഡ്രയർ വെക്കണമെന്നുണ്ട്. നടക്കുമെന്നറിയില്ല. ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ടേ. അതിനിടയ്ക്ക് ഒരാൾ വന്ന് ഇവിടെ കിടന്ന് എൻ്റെ അടുത്ത് കഥ പറയുന്നുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, അശ്വി തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ റെഡിയാവുന്നതിന് മുന്നേ ആളെത്തി കേട്ടോ. ശരിക്കും അശ്വി വരുമ്പോൾ ഞാൻ ഡ്രസ്സ് അയൺ ചെയ്യുമായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ കേൾക്കുമെന്ന്. ബട്ട് ഒന്നും പറഞ്ഞില്ല കേട്ടോ. ജസ്റ്റ് ചോദിച്ചു, ഞാൻ പറഞ്ഞതല്ലേ റെഡിയായി നിൽക്കണമെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചടപടയെന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് മുടി ഡ്രയർ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. വെറുതെ എന്തിനാണ് നമ്മൾ പറയിപ്പിക്കുന്നത്? പിന്നെ ഇത് വെറുതെ ഒന്ന് കറങ്ങാൻ പോകുന്നതോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് മാത്രമായിട്ട് പോകുന്നതോ അല്ല. അശ്വിക്ക് ഇതിൽ മെയിനായിട്ട് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് അശ്വി വന്നപ്പോഴാണേ. അതിനെപ്പറ്റി എന്തായാലും ഞാൻ വഴിയേ പറയാം. അപ്പം നമുക്ക് എന്തായാലും പോവാം. അതാണ് സർപ്രൈസ്. എങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കെന്താ സർപ്രൈസ് ഉണ്ട്? സർപ്രൈസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞാൽ പറഞ്ഞത് ദൈവം സ്വെറ്റർ വാങ്ങണം. ഏതായാലും മറ്റു തണുപ്പായില്ലേ അവിടെ. അടുത്ത ആഴ്ച അവിടെ പരിപാടിക്ക് വരുമ്പോൾ സ്വെറ്ററൊക്കെ വേണ്ടേ? രാത്രി നല്ല തണുപ്പാണ്. സീരിയസ്ലി സർപ്രൈസ് ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച എന്താന്ന് ശരിക്കും എനിക്ക് പറയിപ്പിക്കാൻ പറ്റും. അശ്വിക്ക് സർപ്രൈസ് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റൂല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആരെങ്കിലും പറയാ സർപ്രൈസ് ഉണ്ട് എന്ന്? അത് അത്രയും സർപ്രൈസ് ആയിട്ട് തരണം എന്നുണ്ടെങ്കിൽ അതൊന്നും പറയൂല. പറയാണ്ടല്ലേ പോയിട്ട് തരാ. ഒന്ന് ഞാനൊന്ന് ഇങ്ങനെ ശ്രമിച്ചാ അതും പുറത്തു വരും. എന്താ പുറത്തു വരും. ഇപ്പൊ ഞാനത് പറഞ്ഞുകൊണ്ട് മാക്സിമം പിടിച്ചു നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചാ എന്തായാലും സാധാരണ എല്ലാം അങ്ങനെയാ. ഉണ്ട് പറയും, അവസാനം എന്തുണ്ടാകുന്ന വരെ അങ്ങ് പറയൂ.
എനിക്ക് ഫോൺ വന്നപ്പോ പറഞ്ഞു എനിക്കറിയായിരുന്നു. പിന്നെ ഇല്ല ഐഫോൺ അല്ലേ? പിന്നെന്താ എന്താ എന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിക്ക് ഏത് കളറാ ഇഷ്ടം? സുഖമില്ല എന്നാലും അശി പറഞ്ഞപ്പോഴത്തേക്ക് അശി എത്താനായിണ്ട്, പെട്ടെന്ന് വരും, എത്തുമ്പോഴത്തേക്ക് റെഡിയായി നിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ 3:45 റെഡിയായി നിക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് 4:15 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ അവിടെ എത്തുമ്പോണ്ട് അവിടെ നിന്ന് അയൺ ചെയ്തോണ്ടിരിക്കും. ഞാൻ റെഡി ഡ്രസ് ചെയ്യാനുള്ളത് എന്നിട്ട് അത് കഴിഞ്ഞ് 1/2 മണിക്കൂറായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ചന്ദ്രക്കല ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നു. നല്ലോണം സ്ഥലം എത്തിയിട്ടുണ്ട്. സെൻറ്റർ പോയിന്റിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാണ്. എന്നിട്ട് നേരെ മലബാർ ഗോൾഡിൻ്റെ മുന്നിൽ നിർത്തുകയും ചെയ്തു. എന്നിട്ട് പറയാതെ അവിടെ നിന്ന് ചായ കുടിക്കാനാണ് വന്നതെന്ന്. ആരെങ്കിലും വിശ്വസിക്കുമോ? ഇപ്പം ഏറെക്കുറെ കാര്യം മനസ്സിലായി. എന്തായാലും വാ നമുക്ക് നോക്കാം. എന്തോ ഒരു കള്ളക്കളി ഒളിഞ്ഞിരിപ്പില്ലേ? എന്താണ് ഉദ്ദേശം? പറ, എനിക്കറിയില്ല. അപ്പം ഇതായിരുന്നു ഉദ്ദേശം. സംഭവം എനിക്ക് മനസ്സിലായി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് ഇത് കാണുന്നതിന് മുന്നേ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളൊരു ജ്വല്ലറിയിൽ പോയാൽ നമ്മുടെ കണ്ണെങ്ങോട്ടേക്കോ പോവില്ലേ, ഇതങ്ങനെ പോയതാണേ. സംഭവം ഇതാ, എനിക്ക് ഈ ഒരു മൂക്കുത്തി വാങ്ങിച്ചു തരാനാണ് വന്നത്. ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നുണ്ടായിരുന്നേ. അവസാനം എനിക്ക് ഡയമണ്ടിൻ്റെ മൂക്കുത്തി തന്നെ വാങ്ങിച്ചു തന്ന് ആ ആഗ്രഹം സാധിച്ചു തന്നേ. അതിൽ റിങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മൂക്കുത്തിയൊക്കെ വാങ്ങിച്ച് ഇതാ പാക്ക് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് നിങ്ങൾ കേൾക്കണം കേട്ടോ. സന്തോഷം. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ്, കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേടനിലാവാണ്. ഇന്നലെ ഞാൻ എന്താ പറയാ വന്നതല്ലേ ഇവിടുന്ന്. ഇന്നലെ ഞാനും അശ്വിയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ദിവസം നമുക്ക് സങ്കടപ്പെട്ടിരുന്നല്ലേ, അങ്ങനെയാണ് ദിവസം അടികൂടാന്നാണ് ഞാൻ അവിടുന്ന് പറയാൻ. പക്ഷെ ഡയമണ്ട് തന്നെ വേണമെന്ന് അല്ല, നേരത്തെ പറഞ്ഞിരുന്നില്ല ഗോൾഡ് ആക്കായിരുന്നു. എനിക്ക് റിങ് വേണം. ഉണ്ടല്ലോ, ഡയമണ്ട് ഉണ്ട്. ഞാൻ പിന്നെ റിങ് വേണമെന്നായിരുന്നു. ഡയമണ്ടിന്റെ എനിക്ക് സ്റ്റാർ പോലത്തെ സ്റ്റാർ എൻ്റെ അടുത്ത് ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ വലുത്, കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇങ്ങനെ സ്റ്റാർ കാണുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ഞാൻ റിങ്ങും ആഗ്രഹിച്ചിക്ക് ഞാൻ വിരിച്ചെടുക്കും. താമരപ്പൂവിൻ്റെ ഇതളാണ് ഇവളൻ കളിത്തോഴിയോ, അഴകാം കളിത്തോഴി.
ഞങ്ങൾ നേരെ പോയത് സെൻറ്റർ പോയിന്റിലേക്ക് തന്നെയാണ്. എനിക്ക് മൂക്കുത്തി വാങ്ങിച്ചിരുന്നത് മാത്രമല്ലായിരുന്നു ഉദ്ദേശം, അശ്വിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ ജെൻസിൻ്റെ സെക്ഷനിലോട്ട് പോയി. അശ്വിക്ക് 2 പാൻസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. ബട്ട് വിചാരിച്ച സാധനങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല എന്നാണ് പരാതി. എന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോയി ട്രൈ ചെയ്തിട്ട് വരൂ. ഞാൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അങ്ങനെ അശ്വിനെ ട്രയൽ ചെയ്യാൻ പറഞ്ഞയച്ചിട്ട് ഞാൻ അതിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ്. അത് പിന്നെ നമ്മളങ്ങനെ ഒന്നും വാങ്ങിക്കുന്നില്ലെങ്കിലും എല്ലാം ഇങ്ങനെ ചുറ്റി നടന്ന് കാണാനൊരു രസമാണല്ലോ. പാൻസൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നേരെ ഷൂ എടുക്കാനായിട്ട് പോയി. അപ്പോൾ ഒരെണ്ണം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സൈസ് ഇല്ലാത്തതുകൊണ്ട് അവരത് എടുക്കാൻ പോയി. ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. അതിനിടയ്ക്ക് ഞാൻ പോയിട്ടൊരു ഹൈ ഹീൽസ് എടുത്ത് നോക്കി. അശ്വിൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് ഇതെടുത്താലോ എന്ന്. ഇതെടുത്താൽ അശ്വിക്കല്ല എനിക്ക് തന്നെയാണ് പണിയാവുക. ഹീൽസ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഹീൽസ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഊരയും പണിയാവും. ഊരവേദന അൺസഹിക്കബിളാണ് കേട്ടോ ഹീൽസ് ഇടുമ്പോൾ. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഇതാ നേരെ ബില്ല് ചെയ്യാൻ പോയി. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് കാർഡ് എൻ്റെ കൈ കൊണ്ട് തന്നു. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ കയ്യിലാണ് കാർഡ് വയ്ക്കുന്നതെന്ന്. സംഭവം അശ്വിൻ്റെ കാർഡിന് എന്തോ ഒരു എറർ കാണിച്ചപ്പോൾ എൻ്റെ കാർഡിലേക്ക് പൈസ ഇട്ടിട്ട് അത് യൂസ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ 1-2 കൂപ്പൺസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1-2 എണ്ണമല്ല, എത്രയോ എണ്ണം കിട്ടി. അതൊക്കെ അവിടെ ഫില്ല് ചെയ്തിട്ടു. വരുന്ന വഴിക്ക് ഒരു മാംഗോ ഷേക്കൊക്കെ വാങ്ങിച്ച് അതും കുടിച്ചുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തി പിന്നെയും എൻ്റെ സ്നേഹപ്രകടനമായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്നെനിക്ക് ഈ ഒരു മൂക്കുത്തി വാങ്ങിച്ചു തന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്നതിന് മധുരം കൂടുന്നു പറയുന്നത് പോലെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് മൂക്കുത്തി വാങ്ങി തന്നതിന് പകരമായിട്ട് സ്നേഹിച്ചങ്ങോട്ട് കൊല്ലാന്ന് വിചാരിച്ചു. അങ്ങനെ കെട്ടിപ്പിടിച്ച് വീണ്ടും ഒരു ഉമ്മയൊക്കെ കൊടുത്ത് നോക്കിയപ്പോഴാണ് ദേ എൻ്റെ ലിപ്സ്റ്റിക് ആവുമെന്ന് വിചാരിച്ചു. ബട്ട് ഇത്തിരി പോലും ആയില്ല കേട്ടോ. അപ്പോൾ ഇത് കൊള്ളാം, അടിപൊളിയാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇനി മൂക്കുത്തി മാറ്റിയിടൽ ചടങ്ങാണ്. അതാണെങ്കിൽ വല്ലാത്തൊരു ടാസ്ക്കായിപ്പോയി. എന്ത് കളിച്ചിട്ടും ഊരാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിലുള്ള ആണിക്കായിരുന്നെങ്കിൽ ഭയങ്കര മൂർച്ചയും, ഒന്ന് ശക്തിയിൽ പിടിക്കുമ്പോഴത്തേ കൈ വേദനിക്കുക. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഊരിയെടുത്തിടാതെയാണോ മൂക്കുത്തിയാണോ ഭംഗി. ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് മൂക്കുത്തി ഊരിയെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി റിങ് അല്ലേ, ഇടാൻ അത്ര പണിയൊന്നും ഉണ്ടാവില്ല എന്ന്. ബട്ട് അതെൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. ഊരിയെടുക്കുന്നതിനേക്കാളും പാടായിരുന്നു ഗൈസ് ഇതിടാനായിട്ട്. അവസാനം ഞാൻ ട്രൈ ചെയ്തു, ചേച്ചി ട്രൈ ചെയ്തു, അവസാനം അശ്വി തന്നെ വേണ്ടി വന്നു ഇട്ട് തരാനും. അങ്ങനെ വാങ്ങിച്ചു തന്ന ആൾ തന്നെ മൂക്കുത്തി ഇട്ടും തന്നു. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു റിങ് ഇടണം എന്നുള്ളത്. എന്തായാലും അശ്വി അത് സാധിച്ചു തന്നു. ഒരുപാട് സന്തോഷമായി. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ, good night.